ദൈവം വിളി നൽകി സ്വന്തമാക്കിയവരിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനെന്ന് വിശേഷിപ്പിച്ച ഒരാളേ ഉള്ളൂ. ഒരിടയച്ചെറുക്കനായിരുന്നിട്ടും രാജാവാക്കി ദൈവം ഉയർത്തിയ ദാവീദ് ദൈവത്തോട് പറഞ്ഞൊരു വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കണം. എനിക്ക് ഒരു ചെലവുമില്ലാത്ത ബലി എൻ്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയില്ല. എൻ്റേത് എന്ന് കരുതുന്നവർക്കായി എന്തും ചെയ്യാൻ നാം മടിക്കില്ല. അങ്ങനെ അല്ലെങ്കിൽ ചെറിയൊരു കാര്യം പോലും വലിയ ബുദ്ധിമുട്ടായി തോന്നും. ദൈവത്തിനു വേണ്ടി എന്തും ചെയ്യാനുള്ള മനസ്സ് ദാവീദിനുണ്ടായിരുന്നു. കാരണം അവൻ ദൈവത്തെ എൻ്റെ ദൈവം എന്നാണ് വിളിച്ചത്. വിളിയുടെ ആദ്യ പാഠം വിശ്വസ്തതയാണ്. വിശ്വസ്തത പരീക്ഷിക്കപ്പെട്ട പല അവസരങ്ങളിലും പരാജിതനായ ദാവീദിന് വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കാനും അവിടുത്തെ ശിക്ഷണം പരാതി കൂടാതെ സ്വീകരിക്കാനും സാധിച്ചത് എൻ്റെ ദൈവം എന്ന ബന്ധത്തിലുണ്ടായിരുന്ന വിശ്വാസമാണ്. ഈ ബന്ധത്തിൽ ദാവീദ് ഏതവസ്ഥയിലായിരുന്നപ്പോഴും ദൈവം വിശ്വസ്തനായിരുന്നു. ആ ദൈവം നമ്മോടും അങ്ങനെ തന്നെ. ഈ ലൈഫിൽ ദൈവത്തെ എൻ്റെ ദൈവമായി കരുതാനും ആ ബന്ധത്തിൽ വിശ്വസിച്ച് വിശ്വസ്തരാകാനും ഓരോ സമയത്തും അവിടുന്ന് നൽകുന്ന പ്രചോദനങ്ങളാകുന്ന വിളിയോട് യെസ് പറയാനും നമുക്ക് പരിശ്രമിക്കാം.